നമസ്കാരം, പ്രവാസി ഓൺലൈൻ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്തകൾ. ജർമ്മനിയിലെ 8 ഫെഡറൽ സംസ്ഥാനങ്ങളിലെ സ്കൂൾ അവധിക്കാലം ഇന്ന് വെള്ളിയാഴ്ച അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബവുമൊത്ത് ഉല്ലാസയാത്ര കഴിഞ്ഞു വരുന്നവരുടെ മടക്കയാത്രയിൽ ജർമ്മനിയിലുടനീളം ഗതാഗതക്കുരുക്ക് അതും ഈ വാരാന്ത്യത്തിൽ ഉണ്ടാവുമെന്ന് മോട്ടോറിംഗ് കമ്പനിയായ ആഡി അസറി അറിയിച്ചു. ഈ വാരാന്ത്യത്തിൽ ട്രാഫിക് ജാം വളരെ വലുതായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ബെർലിൻ, ബ്രാൻഡൻബർഗ്, ഹാംബുർഗ്, ഹെസൻ, മേക്കലൻബർഗ്, വെസ്റ്റേൺ പൊമറേനിയ, റൈൻലാൻഡ് ഫാൽസ്, ഷ്ലെസ്വിഗ് ഹോൾസ്റ്റൈൻ, സാർലാൻഡ് എന്നീ സംസ്ഥാനങ്ങളിലാണ് സമ്മർ വെക്കേഷൻ തീരുന്നത്. അതുകൊണ്ട് തന്നെ 2 ദിശകളിലും ഗതാഗതക്കുരുക്കിന് ഏറ്റവും വലിയ അപകട സാധ്യതയുള്ള മോട്ടോർ വേകൾ ഹാംബുർഗ്, ബെർലിൻ, മ്യൂണിക് പ്രദേശങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ഔട്ടോബാനുകളാണ് ഗതാഗതക്കുരുക്ക് ഏറ്റവും അധികം അനുഭവപ്പെടുക. അതേസമയം വടക്ക് ബാൾട്ടിക് കടലുകളിലേക്കുള്ള ഹൈവേകളിലും ട്രാഫിക് ജാം കൂടുതലായി ഉണ്ടാവും. എന്നാൽ അയൽ രാജ്യങ്ങളിലെ ഹൈവേകളിൽ പുരോഗതിയും ചിലപ്പോൾ മന്ദഗതിയിലും ആയിരിക്കും. ജർമ്മനിയിലേക്കും ഓസ്ട്രിയയിലേക്കും മടങ്ങിയെത്തുന്നവർക്ക് ഇത് പ്രത്യേകിച്ച് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ വാരാന്ത്യത്തിൽ യാത്രയ്ക്ക് ഇറങ്ങുന്നവർ കൂടുതൽ സമയം റോഡുകളിൽ അല്ലെങ്കിൽ ഹൈവേകളിൽ ചെലവഴിക്കേണ്ടി വരുമെന്നുള്ള കാര്യം ഓർമ്മിച്ചുകൊണ്ട് കൂടുതൽ കരുതലോടുകൂടി യാത്രയ്ക്ക് ഇറങ്ങുകയായിരിക്കും ഏറ്റവും നല്ലത്. ജർമ്മനിയിൽ വാഹനങ്ങൾക്ക് ഇന്ധനം ലഭിക്കുന്ന ഏറ്റവും വില കുറഞ്ഞ സ്ഥലങ്ങൾ എവിടെയാണെന്ന് പലരും തിരക്കാറുണ്ട്. പ്രത്യേകിച്ച് ജർമ്മനിയിൽ പുതിയതായി എത്തിയവർ, പുതിയ കാറ് വാങ്ങിയവർ, അതായത് മലയാളികളൊക്കെ തന്നെ പലപ്പോഴും ചോദിക്കുന്ന കാര്യമാണ് എവിടെയാണ് വിലക്കുറവിന്റെ പമ്പ് അല്ലെങ്കിൽ പെട്രോൾ, ഡീസൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ, മേഖലകൾ, പ്രദേശങ്ങൾ എന്നൊക്കെ. അതിന്റെ ഒരു ലിസ്റ്റ് തന്നെ പലപ്പോഴും മാധ്യമങ്ങളും പുറത്തിറക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഇത്. ജർമ്മനിയിൽ പെട്രോൾ വില ഈ വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് എത്തിയതും ഒരു വലിയ കാര്യമാണ്. എന്നാൽ പമ്പുകളിൽ പലപ്പോഴും വലിയ പ്രാദേശിക വ്യത്യാസങ്ങളുണ്ട് വിലകൾ തമ്മിൽ. കാറിൽ ഇന്ധനം നിറയ്ക്കുന്നത് ചെലവേറിയ കാര്യമാണ്. എന്നാൽ വില കുറഞ്ഞു വന്ന വാർത്ത കേൾക്കുമ്പോൾ വാഹന ഉടമകൾക്ക് സന്തോഷമാണ് ലഭിക്കുന്നത്. ജർമ്മനിയിലെ ആഡിയാസി മോട്ടോറിംഗ് അസോസിയേഷന്റെ അഭിപ്രായത്തിൽ 1 ലിറ്റർ സൂപ്പർ E10 നിലവിൽ രാജ്യവ്യാപകമായി ശരാശരി 1.715 യൂറോയാണ് വില. ഇത് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് 1.8 സെന്റിന്റെ കുറവാണുള്ളത്. ഡീസൽ കഴിഞ്ഞ ആഴ്ചയേക്കാൾ അല്പം വില കുറഞ്ഞിട്ടുണ്ട്. 1 ലിറ്ററിന് ശരാശരി 1.59 യൂറോ വരുന്നുണ്ട്. ഇത് മുൻ ആഴ്ചയെ അപേക്ഷിച്ച് 1.3 സെന്റ് കുറവാണ്. 2023 ജൂണിന് ശേഷമുള്ള ഏറ്റവും താഴ്ന്ന വിലയാണിത്. അന്താരാഷ്ട്ര വിപണിയിലെ ക്രൂഡ് ഓയിലിന്റെ വിലയാണ് പമ്പുകളിലെ ഇന്ധനത്തിന്റെ വിലയെ സാരമായി സ്വാധീനിക്കുന്നത്. നിലവിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില കുറഞ്ഞു. നിലവിൽ ബാരലിന് $77 വില. കൂടാതെ $ഡോളറിനെതിരെ യൂറോ ഗണ്യമായി ശക്തമായതും കൂടാതെ 1 യൂറോയ്ക്ക് $1.11 നിരക്കും ഉണ്ടായി. ഈ ഘടകങ്ങൾ പെട്രോൾ വില കുറയ്ക്കുന്നതിന് കാരണമായി. ആഡിയാസി അനുസരിച്ച് പുതുക്കിയ വില ഇടിഞ്ഞിട്ടും ഡീസൽ ഇപ്പോഴും വളരെ ചെലവേറിയതാവുകയാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ സൂപ്പർ E10 വില ന്യായമായതും കണക്കാക്കപ്പെടുന്നു. ജർമ്മനിയുടെ വടക്കേ അറ്റത്തെ ഫെഡറൽ സംസ്ഥാനമായ ഷ്ലെസ്വിഗ് ഹോൾസ്റ്റൈനിൽ 1 ലിറ്റർ സൂപ്പർ E10 ശരാശരി വില 1.739 യൂറോയാണ്. ഡീസൽ വില ഏറ്റവും ചെലവേറിയത് ഫെഡറൽ സംസ്ഥാനമായ മേക്കലൻബർഗ്, വെസ്റ്റേൺ പൊമറേനിയയിലാണ്. ഇവിടെ 1 ലിറ്ററിന് ശരാശരി 1.621 യൂറോയാണ് വില. രാജ്യത്തിന്റെ പടിഞ്ഞാറൻ പെട്രോൾ പമ്പുകളിലെ വില സ്ഥിതി വ്യത്യസ്തമാണ്. ഏറ്റവും വില കുറഞ്ഞ പെട്രോളാണ് സാർലാൻഡിലുള്ളത്. 1 ലിറ്റർ സൂപ്പർ E10 ജർമ്മനിലെ ഏറ്റവും ചെറിയ സംസ്ഥാനമായ സാർലാൻഡിൽ 1.682 യൂറോ നൽകണം. ഇത് ഷ്ലെസ്വിഗ് ഹോൾസ്റ്റൈനിലെ ഉള്ളതിനേക്കാൾ 5.7 സെന്റ് കുറവാണ്. ഡീസൽ വില റൈൻലാൻഡ് ഫാൽസിലാണ് നിലവിൽ ഏറ്റവും വില കുറഞ്ഞത്. ഇവിടെ ലിറ്ററിന് ശരാശരി വില 1.557 യൂറോയാണ്. എന്നാൽ മേക്കലൻബർഗ്, വെസ്റ്റേൺ പൊമറേനിയയിൽ 6.4 സെന്റാണ് കുറവ്. 1.568 യൂറോയുമായി സാർലാൻഡ് വീണ്ടും 2ാം സ്ഥാനത്തുണ്ട്. ആഡിയാസ് ഇപ്രകാരം സമീപ മാസങ്ങളിൽ ഫെഡറൽ സംസ്ഥാനങ്ങളുടെ റാങ്കിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. പെട്രോളിന്റെ നിലവിലെ മൂല്യനിർണ്ണയത്തിൽ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വില വ്യത്യാസം ജൂലൈയിലെ പഠനത്തിന് സമാനമായ തലത്തിലാണ് ഉണ്ടായിരിക്കുന്നത്. അതേസമയം അവർ ഡീസലിന് വില വർദ്ധിപ്പിക്കുകയും ചെയ്തു.
സാധ്യമാകുമ്പോഴെല്ലാം സൗകര്യപ്രദമായ സമയങ്ങളിൽ വില കുറഞ്ഞ പെട്രോൾ സ്റ്റേഷനുകൾ തിരഞ്ഞെടുക്കാനാണ് മോട്ടോറിംഗ് അസോസിയേഷൻ അഥവാ ആഡിയാസി ശുപാർശ ചെയ്യുന്നത്. ജർമ്മനിയിലെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് ചട്ടം പോലെ വൈകുന്നേരങ്ങളിൽ പെട്രോൾ വില ഏറ്റവും കുറവാകും. അതേസമയം എല്ലാ പെട്രോൾ സ്റ്റേഷനുകളിലും രാവിലെ 7 മണിക്ക് ഇന്ധനത്തിന്റെ വില കുത്തനെ ഉയരുകയും ചെയ്യും. ഈ വർഷം രണ്ടാം ഭാഗത്തിൽ ജർമ്മനിയുടെ തൊഴിൽ നിരക്ക് ഉയർന്നു. ജർമ്മനിയിലെ തൊഴിൽ നിരക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണുള്ളത്. എന്നാൽ പ്രാഥമികമായി സേവനവുമായി ബന്ധപ്പെട്ട മേഖലകളിലാണ് ഇത് പ്രകടമാകുന്നത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ജർമ്മനിയിൽ ജോലിക്ക് കുറവില്ലാത്തതിനാൽ തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പുതിയ തൊഴിലവസരങ്ങൾ ഏതാണ്ട് ഒരു മേഖലയിൽ മാത്രമായി സൃഷ്ടിക്കപ്പെട്ടു എന്നും പ്രചരണമുണ്ട്. ഫെഡറൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രകാരം 2024 രണ്ടാം ഭാഗത്തിൽ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട്. ജർമ്മനിയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ നിലവിൽ ഏകദേശം 46.1 ദശലക്ഷം ആളുകൾ ഉൾപ്പെടുന്നുണ്ട്. സ്ഥിരമായി ജോലി ചെയ്യുന്നവരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും ഉൾപ്പെടെയുള്ളവരുടെ കണക്കാണിത്. മുൻ പാദത്തെ അപേക്ഷിച്ച് 0.1% കാലാനുസൃതമായി ക്രമീകരിച്ച വർധനയാണ് ഇത് പ്രതിനിധീകരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 0.04% വർധനവാണ് ഉള്ളത്. സീസൺ ക്രമീകരണം ഒഴികെ ആദ്യ ഭാഗത്തെ അപേക്ഷിച്ച് 0.5% വർധന. വർഷം തോറും ജർമ്മൻ തൊഴിൽ നിരക്ക് ട്രെൻഡുകളും കൂടുതലായി വരികയാണ്. 2023 അപേക്ഷിച്ച് ഈ വർഷം രണ്ടാം ഭാഗത്തിൽ 1,67,000 ജോലികൾ കൂടി ചേർത്തിട്ടുണ്ട്. മൊത്തത്തിൽ കോവിഡ് പാൻഡമിക്കിന്റെ അവസാനത്തിന് ശേഷം ജർമ്മനിയുടെ തൊഴിൽ നിരക്ക് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 2021 ആദ്യ ഭാഗത്തിലാണ് ജർമ്മനിയിൽ അവസാനമായി തൊഴിലവസരങ്ങളിൽ കുറവുണ്ടായത്. അതേസമയം തൊഴിൽ വളർച്ച തുടരുമ്പോൾ മുകളിലേക്കുള്ള ആക്കം അല്പം മന്ദഗതിയിലാണെന്ന് ഡാറ്റകൾ പറയുന്നു. സീസണിൽ ക്രമീകരിച്ച രണ്ടാം പാദ വളർച്ച ഈ വർഷം ആദ്യ പാദ വളർച്ചയേക്കാൾ അല്പം കുറവാണ്. ജർമ്മനിയുടെ തൊഴിൽ വളർച്ച യൂറോപ്പിനെ അപേക്ഷിച്ച് പൊതുവെ കുറവാണ്. യൂറോപ്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് പ്രകാരം യൂറോസോണിൽ ഉടനീളമുള്ള തൊഴിൽ നിരക്ക് ഈ വർഷം രണ്ടാം ഭാഗത്തിൽ 0.8% ഉയർന്നു. ജർമ്മനിയിൽ കാണുന്ന തൊഴിൽ വളർച്ച ഏകദേശം ഇരട്ടിയാക്കിയിട്ടുണ്ട് ഇത്. എന്നാൽ ഇപ്പോഴും യൂറോപ്പിൽ ഉയർന്ന തൊഴിൽ നിരക്കുള്ള രാജ്യങ്ങളിൽ ജർമ്മനിയാണ് തുടരുന്നത്. ഡാറ്റയുടെ കണക്ക് നോക്കുമ്പോൾ വർഷത്തിന്റെ തുടക്കത്തിൽ 27 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളിൽ 6ാമത്തെ ഉയർന്ന തൊഴിൽ നിരക്ക് ജർമ്മനിക്കാണ്. മൊത്തം തൊഴിൽ നിരക്ക് 77% അടുത്തുള്ളതിനാൽ ജർമ്മനി ഇക്കാര്യത്തിൽ നോർവേയുമായും ഡെൻമാർക്കിനോടും താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഏതൊക്കെ മേഖലകളിലാണ് ജോലികൾ കൂട്ടുകയോ വെട്ടിക്കുറയ്ക്കുകയോ ചെയ്യുന്നത് നോക്കിയാൽ ജർമ്മനിയിലെ മൊത്തത്തിലുള്ള തൊഴിൽ വളർച്ച ഈ പാദത്തിൽ മികച്ചതായി കാണപ്പെടുമ്പോൾ പുതിയ തൊഴിലവസരങ്ങൾ പ്രാഥമികമായി സൃഷ്ടിക്കപ്പെട്ടത് ഒരു മേഖലയിലാണ്, അതായത് സേവന മേഖലയിൽ. പൊതുസേവനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയ്ക്കൊപ്പം രണ്ടാം ഭാഗത്തിൽ 2,29,000 അധിക ജീവനക്കാരെ ചേർക്കുകയും ചെയ്തു. അതേസമയം സന്തുലിതാവസ്ഥയിൽ സമ്പദ് വ്യവസ്ഥയുടെ മറ്റെല്ലാ മേഖലകളും ഒരുമിച്ച് എടുത്താൽ തൊഴിലവസരങ്ങളുടെ അറ്റം കുറയുകയും ചെയ്യും. സാമ്പത്തിക, ഇൻഷുറൻസ് സേവനങ്ങൾ, ഇൻഫർമേഷൻ കമ്മ്യൂണിക്കേഷൻ, കൃഷി, വനം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലകളിൽ ചെറിയ നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും വ്യാപാരം, ഗതാഗതം, താമസം, ഭക്ഷണ സേവനം, ബിസിനസ് സേവനങ്ങൾ എന്നിവയായി ബന്ധപ്പെട്ട ജോലികൾ ഇതിൽ ഉൾപ്പെടുമ്പോൾ അവിടെയൊക്കെ ചെറിയ നഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ വ്യവസായ നിർമ്മാണ മേഖലകളിൽ നഷ്ടം തുടരുകയാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തെ അപേക്ഷിച്ച് അറ്റ ജോലിക്കാരുടെ എണ്ണം കുറഞ്ഞു. യഥാക്രമം 44,000 തൊഴിലാളികളും 21,000 തൊഴിലാളികളുമാണ് ഇത്. സ്ഥിരം തൊഴിൽ വളർച്ചയും സ്വയം തൊഴിൽ നേരിയ കുറവുണ്ടായി. കുടുംബ തൊഴിലാളികൾ അവരുടെ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെ എണ്ണം 29,000 എത്തിയിട്ടുണ്ട്. അതേസമയം 3.8 ദശലക്ഷവുമായി 0.8% എടുത്തതിനാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എംപ്ലോയ്മെന്റ് റിസർച്ചിന്റെ താൽക്കാലിക കണക്കുകൂട്ടലുകൾ അനുസരിച്ച് മൊത്തത്തിൽ ഒരു തൊഴിലാളിക്ക് ശരാശരി ലഭിക്കുന്ന മണിക്കൂർ 7 അതിനു മുകളിലുമാണ്. 2,492 കാരറ്റ് മൂല്യമുള്ള ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ബോട്സ്വാനയിൽ കണ്ടെത്തി. 24.92 കാരറ്റിന്റെ തിളക്കത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രം ബോട്സ്വാനയിലെ ഒരു ഖനിയിൽ നിന്നാണ് കണ്ടെത്തിയത്. ഏറ്റവും വലിയ വജ്രം കണ്ടെത്തിയതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. കരാവോ ഖനിയിൽ നിന്ന് കണ്ടെത്തിയ രത്നത്തിന് ഇതുവരെ കണ്ടെത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ രണ്ടാമത്തെ വജ്രത്തിന്റെ ഇരട്ടിയിൽ അധികമുണ്ട്. ചില ഇംഗ്ലീഷ് കിരീടാനുഭവങ്ങൾ വരുന്ന 1905 കള്ളൻ, അതായത് കളീനൻ ക്ലങ്കറിനേക്കാൾ അല്പം കുറവാണ്. ഇത് 3,106 കാരറ്റ് ആയിരുന്നു. കനേഡിയൻ ഖനന കമ്പനിയായ ലുക്കാറ ഡയമണ്ട് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച പരുക്കൻ വജ്രം വീണ്ടെടുത്തതായി പറയുമ്പോൾ കേടുകൂടാതെ കണ്ടെത്തിയ ഇത് ഉയർന്ന നിലവാരമുള്ള ഒരു കല്ലാണെന്നാണ് പറയുന്നത്.
വജ്രങ്ങളെ ഏറ്റവും വലിയ രണ്ടാമത്തെ നിർമ്മാതാവാണ് ബോട്സ്വാന. സമീപ വർഷങ്ങളിൽ ലോകത്തിൽ എല്ലാ വലിയ കല്ലുകളും കണ്ടെത്തിയിട്ടുണ്ട്. ഇതുവരെ 2019 കരാവെ ഖനിയിൽ നിന്ന് കണ്ടെത്തിയ സെവലോ വജ്രം 1788 കാരറ്റുള്ള ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഖനനം ചെയ്ത വജ്രമായി കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഫ്രഞ്ച് ഫാഷൻ ഹൗസ് ലൂയി വീറ്റ്സൺ എന്ന വെളിപ്പെടുത്താത്ത തുകയ്ക്ക് ഇത് വാങ്ങുകയും ചെയ്തു. ബോട്സ്വാനയിൽ നിന്നുള്ള 1111 കാരറ്റ് ലെഡസി ലാ റോണ വജ്രം 2017 ഒരു ബ്രിട്ടീഷ് ജ്വല്ലറിയാണ് വാങ്ങിയത്. ഇതിന്റെ വില 53 മില്യൺ പൗണ്ടിനാണ് ഏറ്റെടുത്തത്. ക്രിസ്ത്യൻ ഓർത്തഡോക്സ് സഭയെ നിരോധിക്കാൻ ഉക്രൈൻ നിയമനിർമ്മാണം നടത്തി. റഷ്യയുമായി അടുത്ത ബന്ധമുള്ള സഭയാണിത്. ഉക്രൈനിലെ റഷ്യയുടെ അധിനിവേശത്തിന് ഉക്രൈനിയൻ ഓർത്തഡോക്സ് ചർച്ച കൂട്ടുനിന്നു എന്നാണ് ഉക്രൈൻ സർക്കാരിന്റെ ആരോപണം. പാർലമെന്റ് സമ്മേളനത്തിൽ 29-നെതിരെ 265 വോട്ടുകളുടെ മൃഗീയ ഭൂരിപക്ഷത്തിലാണ് നിയമം പാസാക്കിയത്. ഉക്രൈനിലെ ക്രിസ്തുമത വിശ്വാസികളിൽ അധികവും ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചയുമായി ബന്ധമുള്ള ഉക്രൈനിയൻ ഓർത്തഡോക്സ് ചർച്ചയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ 2019 ഇത് പിളർന്ന് ഉക്രൈൻ സ്വതന്ത്ര ഓർത്തഡോക്സ് ചർച്ച് നിലവിൽ വന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി പോളണ്ടിലെത്തി. വാഴ്സോയിൽ അദ്ദേഹം വിമാനം ഇറങ്ങിയപ്പോൾ 45 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പോളണ്ട് സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മോദി മാറി. മൊറാർജി ദേശായിയാണ് ഇതിനു മുമ്പ് പോളണ്ടിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി. 1979 സംഭവം. പോളണ്ട് ഉപ വിദേശകാര്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഊഷ്മള വരവേൽപ്പാണ് വാഴ്സോ വിമാനത്താവളത്തിൽ മോദിക്ക് ലഭിച്ചത്. ഇന്ത്യ പോളണ്ടുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ച് 70 വർഷം തികയുന്ന വേളയിലാണ് മോദിയുടെ സന്ദർശനം. സാമ്പത്തിക നയതന്ത്ര സഹകരണം ശക്തമാക്കുക എന്നാണ് ഇപ്പോഴത്തെ സന്ദർശനത്തിന്റെ ലക്ഷ്യം. വാഴ്സോയിലെ ഹോട്ടലിൽ മോദി കുട്ടികളുമായും സംവദിച്ചു. ഇന്ത്യൻ സമൂഹവുമായും കൂടിക്കാഴ്ചയും നടത്തി. റഷ്യ ഉക്രൈൻ യുദ്ധം പരിഹരിക്കുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാനവും ക്രിയാത്മകവുമായ പങ്ക് വഹിക്കാനാകുമെന്നാണ് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വിശേഷിപ്പിച്ചത്. അതേസമയം മോദിയുടെ ഉക്രൈൻ സന്ദർശനം ചരിത്രപരമാകുമെന്നും ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു. റഷ്യ ഉക്രൈൻ യുദ്ധം സമാധാനപരമായി അവസാനിപ്പിക്കാൻ മോദി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നും ടസ്ക് കൂട്ടിച്ചേർത്തു. ഇന്ത്യ പോളണ്ട് ബന്ധത്തിന്റെ 70ാം വാർഷികത്തിന്റെ ഭാഗമായാണ് മോദി വാഴ്സോയിൽ എത്തിയത്. ഇന്ത്യയുടെ മധ്യ യൂറോപ്പിലെ പ്രധാന സാമ്പത്തിക പങ്കാളിയാണ് പോളണ്ട്. പോളണ്ടിലെത്തിയ മോദി പ്രസിഡന്റ് ആന്ദ്രേ ഡൂഡയുമായും കൂടിക്കണ്ടു. അതേസമയം പോളണ്ടിൽ നിന്ന് ട്രെയിൻ മാർഗമായിരിക്കും മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിലേക്ക് യാത്രയാവുക. ഉക്രൈൻ അതിർത്തിയിലുള്ള പോളണ്ടിലെ പെരേമിസ് ഹൊലോവിനയിൽ നിന്ന് ഉക്രൈന്റെ റെയിൽ ഫോഴ്സ് 1 ട്രെയിനിലായിരിക്കും യാത്ര. ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച രാത്രി പോളണ്ടിൽ നിന്നും പുറപ്പെട്ട് 10 മണിക്കൂർ യാത്ര ചെയ്താണ് 23 രാവിലെയോടെ മോദി ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ എത്തുക. റഷ്യൻ ആക്രമണത്തിൽ റെയിൽവേയുടെ വൈദ്യുത ശൃംഖല തകർന്നതിനാൽ തന്നെ ഡീസൽ ലോക്കോമോട്ടീവിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കീവ് നഗരത്തിലേക്ക് യാത്ര ചെയ്യുക. ഏകദേശം 7 മണിക്കൂർ നേരമാണ് കീവിൽ മോദി സന്ദർശനം നടത്തുക. അതിനുശേഷം ട്രെയിൻ മാർഗം പോളണ്ടിലേക്ക് തിരിച്ചു പോകും. 2022 ആരംഭിച്ച യുദ്ധത്തിനു പിന്നാലെ ഓപ്പറേഷൻ ഗംഗയുടെ ഭാഗമായി ഉക്രൈനിൽ നിന്ന് 18,000-ലധികം ഇന്ത്യൻ വിദ്യാർത്ഥികളെയാണ് കേന്ദ്ര സർക്കാർ ഒഴിപ്പിച്ചത്. അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള വാട്സാപ്പ് സന്ദേശങ്ങൾ നിരന്തരം ശല്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ അതിനൊരു ശാശ്വത പരിഹാരത്തിനായി പുതിയ ഫീച്ചർ അവതരിപ്പിക്കാൻ ഒരുങ്ങുകയാണ് വാട്സാപ്പ്. പുതിയ ഫീച്ചർ എത്തുന്നതോടെ ഓരോരുത്തരുടെയും നമ്പറുകളിലേക്ക് ആർക്കെല്ലാം സന്ദേശം അയക്കാം എന്നത് ഉപയോക്താവിന് മാത്രം തീരുമാനിക്കാൻ സാധിക്കും. അപരിചിതരിൽ നിന്നുള്ള അറിയാത്ത നമ്പറുകളിൽ നിന്നുള്ള സന്ദേശങ്ങൾ ബ്ലോക്ക് ചെയ്യാനുള്ള ബ്ലോക്ക് അൺനോൺ മെസ്സേജ് എന്ന സജ്ജീകരണമാണ് ഒരുക്കുന്നത്. വൈകാതെ വാട്സാപ്പിൽ ഈ പുതിയ ഫീച്ചർ എത്തും. ആൻഡ്രോയിഡിന്റെ 2.24/17/24 ബീറ്റ പതിപ്പിൽ ഈ ഫീച്ചറും പ്രതീക്ഷിക്കാം. വാട്സാപ്പിന്റെ പ്രൈവസി സെറ്റിംഗ്സിലാണ് പുതിയ ഫീച്ചർ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി സന്ദർശിക്കും.